കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് തന്നെ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ അവനെവിടെ ഇരിപ്പുണ്ട്? ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് എന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്തേ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കടോ, ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ. എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ന്യൂട്രലിലാ കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര, വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താ തമാശ കളിക്കണ? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീയല്ലടാ? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുതെന്ന്. സുന്ദരാ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റടാ തെണ്ടി. എലി മാറി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് അയ്യോ, അത് വിട്ടേ. എലി എലി. എന്താണ് എലി എലി എലിയല്ലടാ, പുലിയ. ഓടരുത്. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാം അല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. ഇങ്ങെടുത്താ വണ്ടി മാറ്റണം. ഓ, കിട്ടി സാർ, കിട്ടി. ആരുടെ? ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കടാ. വണ്ടി ഞാൻ എടുത്തോളാം. ആരുടെ പുറകിൽ അടിച്ചത്? ആരടാ? അയ്യോ, നീയാണല്ലേ? എന്താണ് ഇത്? ഡോറ. കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താടാ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വണ്ടി എടുക്കടാ. ഒന്ന് മാറണോ? എന്താടാ? വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ. വേഗം ചെല്ലടാ. സാറേ, അവൻ പറ്റിക്കും. തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ, ഒന്ന് കൈവെക്കാം. പിന്നെന്താ? മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. എന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാൻ വേണേ പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി. പിന്നെ നിർത്തിയാ എടുത്തോണ്ട് പോടാ. അയ്യോ, ഒന്നെല്ലാം പോയി. ഉണ്ണിയടാ, വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചുതരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. ഹലോ എവരിബഡി, നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലെങ്കിലും ബസ്സിലിടം കണ്ടെത്താം എന്ന് തെളിയിച്ച മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, യു ആർ വെൽക്കം. സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഹലോ ചെക്ക്. ഹലോ ഹലോ. അതൊക്കെ കഴിഞ്ഞു. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി. പോയെ പോയെ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഒരു ക്ലൂ തരാം. ഓ, തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ. ഓ, ആന. ആനയല്ല, എന്റെ അച്ഛനാ. ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷൻ പിള്ള. അദ്ദേഹം 1998 ഡിസംബറിലെ മഞ്ഞുള്ളൊരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? തൃപ്രയാർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്. അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിൽ വന്ന് ഇടിച്ചത്. ആരാ ഈ ക്രിസ്റ്റഫർ? ചാവക്കാട് പറവൂർ റൂട്ടിലോടുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ. അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനാണേ. അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഏതൊരു പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന് ജയിച്ചനെ. കൃത്യം 89-ാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന ഈ കൈ കിടന്ന അച്ഛൻ മരിച്ച്. ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പിൽ വന്നു. കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു, വണ്ടിയാണെങ്കിൽ ഒരു അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത്. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കിട്ടിയ വണ്ടി നേരെ ചെവ ഓടാൻ വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സെന്റ് 85 ലിങ്സ് പുരയിടോ, ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് കിടക്കാൻ ഒരു സ്ഥലമില്ലാതായപ്പോഴാണ് എന്തുകൊണ്ട് വണ്ടി തന്നെ ഒരു വീടാക്കി കൂടാ എന്നൊരു ചിന്ത ഉണ്ടായത്. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്ക് ഇട്ടിരിക്കുന്നത്. ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടോണ്ട് പിന്നെ ജീവിക്കാലോ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി? ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് വരുമാനത്തെ കുറിച്ചാണ്. ജീവിക്കാൻ കാശ് വേണമല്ലോ. ബസ്സിന് ഡീസൽ അടിക്കണം, അതുപോലെ പിന്നെ ഇതിനധികം ഡീസലൊന്നും അടിക്കണ്ട. പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻ പവർ ബ്ലോക്ക് ആക്കി. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലോ ഇത്. അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല. നന്നായിട്ട് ഓടും, നല്ല പുള്ളിങ്ങുള്ള എഞ്ചിനാ. പിന്നെ പുള്ളിക്ക് ബാക്കിലേക്ക് പോയി, നീ ബസ്സിന്റെ ബാക്കിലേക്ക് ബാക്കിൽ സദ്യ നടക്കണ്ട. ഞാൻ കൂടി പെടട്ടടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ. ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 ജൂൺ മാസം 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് ആമ്പല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ 112 കിലോമീറ്റർ വരും. എന്നത്തേക്കാ? മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാൻ ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ, 2500 രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയുള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാലാ? അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ചെലവ് ഒരുപാടാവും അല്ലേ? എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ലേ, അതുപോലെ ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ഛോ. എന്താ ഇത്? വണ്ടി
ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. ഇങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ദേ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോണ കാര്യം എന്താ? നല്ല വണ്ടി വന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലി ചായ ഓൺ ദ വേല നിർത്തിയെടുത്ത് മേടിച്ചാ കേറിക്കോ. എല്ലാവരും കേറിക്കോളൂ, കേറിക്കോളൂ. ചായ കുടിക്കും. ആവൂ, കല്യാണ ചെക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. സുന്ദരാ, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മേശോട്ടി കളിക്കാ, കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും. ആമൻ തുണി മാറട്ടെ, പൊയ്ക്കാ. അല്ലല്ല, അതെ, ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാണ്? ഞങ്ങളല്ലല്ലോ, ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ. സുന്ദരാ, സുന്ദരാ. അനങ്ങാതിരുന്നോ. ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അടി ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. ഫാനില്ല. നോക്കട്ടെ. പണ്ടാറ് ഇരുമ്പുണ്ടാക്കി. ഷർട്ടെടുക്ക്. പിന്നെയും പെറ്റിക്കോട്ടായ. ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലെങ്കിൽ ഇഡലി. പെട്ടെന്ന് പൊതിക്കില്ല, ഉടുപ്പിക്കും. അതോട് മാറ്റി. ആഹാ, മുടുക്കനായിപ്പ. സൂക്ഷിച്ച്. ഇതേതാ? ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളാതെ അകത്തേക്ക് കയറാം. സമയമൊന്നും ആയിട്ടില്ല. രാഹുകാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. ഓ, എന്തോന്ന് രാഘുവാനം. ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ. അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുകാലം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ, എന്റെ കല്യാണത്തിന് ഒരു രാഹുകാലം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല, ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ, എല്ലു പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നേ. അല്ല, മണവാളം കേറില്ലേ? എടോ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കി, എന്നിട്ട് ഞാൻ കേറാം. അല്ല, വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയിക്ക്. എടോ, താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം. എടോ, വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ.